മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തഴുതാമ എന്ന് പറയുന്ന ഒരു ആയുർവേദ പച്ചക്കറിയെ പറ്റിയാണ്. ആയുർവേദ മരുന്നുമാണ്, പച്ചക്കറിയാണ്. നമുക്കെല്ലാം സുപരിതമാണ് ഈ തഴുതാമ. നമ്മുടെ പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഈ തഴുതാമ കണ്ടുവരുന്നുണ്ട്. തഴുതാമ പ്രധാനമായിട്ടും 4 തരമുണ്ട്. ഇതിൻ്റെ പൂക്കൾ കണ്ട് മനസ്സിലാക്കിയാണ് തഴുതാമയെ നമ്മൾ തിരിക്കുന്നത്. പൂക്കളെന്ന് പറയുമ്പോൾ ഈ വെളുത്ത പൂക്കളുണ്ടാക്കുന്ന തഴുതാമയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഈ വെളുത്ത ഉണ്ടാകുന്ന ഈ തഴുതാമയ്ക്കാണ് ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണക്ക് കാലങ്ങളിൽ ഇത് കാണാൻ കഴിയില്ല. ഉണക്ക് കഴിഞ്ഞ് വീണ്ടും ആദ്യത്തെ മഴ പെയ്യുന്നതോടുകൂടി പൂർവാധികം ശക്തിയിൽ ഇത് നിന്ന പ്രദേശങ്ങളിൽ ഇത് കാട് പോലെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അത്ഭുത വിശേഷമാണ് ഈ ചെടിക്കുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തഴുതാമയുടെ വേരുകളിൽ ധാരാളമായിട്ട് നൈട്രജൻ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഈ പയർ ചെടികളൊക്കെ ചെയ്യുന്നതിലൂടെ അത് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പം മനുഷ്യരുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാൻ തഴുതാമയെപ്പോലെ ഏതെങ്കിലും പച്ചക്കറികൾ നമുക്ക് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തഴുതാമയുടെ രോഗങ്ങൾ, തഴുതാമ കൊണ്ട് മാറുന്ന രോഗങ്ങൾ ഒട്ടനവധി രോഗങ്ങൾ മാറാൻ ഈ തഴുതാമ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ വൃക്കരോഗങ്ങളാണ്. നമുക്കറിയാം ഇന്ന് വൃക്കരോഗങ്ങൾ വളരെ ഗണ്യമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പണച്ചിലവുള്ള ഒരു രോഗം കൂടിയാണ് ഈ വൃക്കരോഗം. അപ്പോൾ ഈ വൃക്കരോഗത്തെ തടയാൻ, അല്ലെങ്കിൽ വൃക്കരോഗം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല പച്ചക്കറിയാണ് ഈ തഴുതാമ എന്ന് പറഞ്ഞാൽ. തഴുതാമ അതുപോലെ തന്നെ ഹൃദ്രോഗം. ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന മറ്റൊരു രോഗമാണ് ഹൃദ്രോഗം. ബ്ലോക്ക് ഉണ്ടാവുക, ഹൃദയസ്തംഭനം ഉണ്ടാവുക, അങ്ങനെ ഹൃദ്രോഗം മൂലമുള്ള മരണനിരക്കുമൊക്കെ ഇന്ന് ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുക. ഇതിനും ഒരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് തഴുതാമ ഉപയോഗിക്കാം. തഴുതാമ തോരനായിട്ട് നമുക്ക് വെച്ച് കഴിക്കാം. മറ്റുള്ള ഇലവർഗ്ഗങ്ങൾ തോരൻ വെക്കുന്നതിലൂടെ തന്നെ, ഇപ്പോൾ ചീരയില നമ്മൾ തോരൻ വെക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ട് തന്നെ ഈ തഴുതാമയുടെ ഇല പറിച്ചെടുത്ത് അത് ചെറുതായിട്ടെരിഞ്ഞ് ഇലയും ഇളം തണ്ടുകളും നമുക്ക് പറിച്ചെടുക്കാം. തഴുതാമ സമൂലവും ഔഷധയോഗ്യമാണ്. അത് ചെറുതായിട്ടെരിഞ്ഞ് നമുക്ക് തേങ്ങയും പച്ചമുളകോ കാന്താരിയോ അതുപോലെ തന്നെ ഒക്കെ ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് സ്വാദിഷ്ടമായ ഒരു തോരനാക്കാം. ഇത് ആഴ്ചയിൽ 1, 2, 3 ദിവസങ്ങൾ ഇത് കഴിക്കാമെങ്കിൽ ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകത്തില്ല. പ്രധാനമായിട്ട് രോഗങ്ങളുടെ പേര് മാത്രമേ ഇവിടെ പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ വൃക്കരോഗങ്ങളും അതുപോലെ ഹൃദ്രോഗവും. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകത്തില്ല. ഈ തഴുതാമ കൊണ്ട് നമ്മൾ ഭക്ഷണം തഴുതാമ ഉപയോഗിച്ചുള്ള തോരനുമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ചില കൊച്ചു ജീവികളൊക്കെ കടിച്ച് നമുക്ക് ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ആ വിഷങ്ങൾ, അതുപോലെ തന്നെ അത് കടിച്ചുണ്ടാകുന്ന മുറിവുകൾ, ഇതൊക്കെ കരിയാൻ ഈ തഴുതാമ വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നതും സത്യമാണ്. പിന്നെ മറ്റൊന്ന്, നമുക്കുണ്ടാകുന്ന ക്ഷീണം മാറാൻ തഴുതാമയിട്ട് തോരൻ വെച്ചു കഴിക്കുമോ, അതല്ലെങ്കിൽ തഴുതാമയുടെ ഇല പറിച്ചെടുത്ത് തവിട് കളയാത്ത അരിയോടൊപ്പം ചേർത്ത് കഞ്ഞി വെച്ച് ഇളം ചൂടോടെ കുടിക്കുകയോ ചെയ്താൽ അത് വൈകുന്നേരങ്ങളിൽ കുടിച്ചിട്ട് ഉറങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ക്ഷീണം അങ്ങ് മാറും. ഇത് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ചെയ്യാമെങ്കിൽ ഏത് ജോലി ചെയ്യുന്നവർക്കും ക്ഷീണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകത്തില്ല. പിന്നെ മറ്റൊന്ന്, ഈ അമിത മദ്യപാനം, അത് ഒരു പ്രധാനപ്പെട്ട ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമിത മദ്യപാനം മൂലം ശരീരത്തിന് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും മാറ്റിക്കിട്ടുവാൻ തഴുതാമ തോരനായിട്ടോ അല്ലെങ്കിൽ കഞ്ഞിയായിട്ടോ കുടിക്കാൻ നല്ലതാണ്. പിന്നെ മറ്റൊന്ന്, ഈ തഴുതാമയുടെ ഇല പറിച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. നമ്മൾ പേരയുടെ ഇല വെള്ളം തിളപ്പിക്കുന്നതുപോലെ, പ്രാഷൻ ബോട്ടിൻ്റെ ഇലയൊക്കെ വെള്ളം തിളപ്പിക്കുന്ന പോലെ തഴുതാമയിലെ ഒരു പിടി ഇല പറിച്ചിട്ട് വെള്ളത്തിനകത്തിട്ട് നല്ല ഭംഗിയായിട്ട് വേവുന്നുണ്ടെങ്കിൽ അത് കുടിക്കുന്നതും നമ്മുടെ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ തഴുതാമ സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക്, തോരനായിട്ടോ കഞ്ഞിയായിട്ടോ ഒക്കെ കഴിക്കുന്ന ഒരാൾക്ക്
നേത്ര രോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല എന്നുള്ളതും സത്യമാണ്. എല്ലാവിധ നേത്രരോഗങ്ങളെയും ചെറുക്കാൻ കഴിവുള്ള ഒരു പച്ചമരുന്നാണ് തഴുതാമ എന്ന് പറഞ്ഞത്. പിന്നെ ഈ കഫരോഗങ്ങൾ, ഈ ചുമ, കഫം പോവുക, അങ്ങനെയൊക്കെയുള്ള കഫരോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഏറ്റവും നല്ലൊരു പച്ചമരുന്നാണ് ഈ തഴുതാമ. അതുപോലെ തന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാതരോഗമാണ് ആമവാതം. ഒരുപാട് വാദങ്ങളുടേതിൽ വളരെയധികം വേദനാജനകമായ ഒരു സംഗതിയാണ് ആമവാതം. ആമവാതം അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഈ തഴുതാമയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. കിഡ്നി സ്റ്റോണ് മാറും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ വിഷാംശങ്ങൾ, ഭക്ഷണത്തിലൂടെ ആയാലും വായുവിലൂടെ ആയാലും വെള്ളത്തിലൂടെയൊക്കെ ആയാലും നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ട്. ഈ വിഷാംശങ്ങൾ പുറന്തള്ളാതിരുന്നാലും പലവിധ രോഗങ്ങൾ നമുക്ക് പിടിപെടാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനും അതുപോലെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് ഈ തഴുതാമ. അത് തഴുതാമ തോരനായിട്ടോ അതല്ലെങ്കിൽ കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ വെള്ളം എന്തോ കുടിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായ ഒരു പരിഹാരം ആവുന്നുണ്ട്. പിന്നെ ചൊറി, പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചൊറി, അത് ഈ പറഞ്ഞ കൂട്ട് കൊച്ചുകുട്ടികളുടെ ഭക്ഷണത്തിൽ ഈ തോരനായിട്ടോ ഒക്കെ ഈ തഴുതാമ ഉൾപ്പെടുത്താമെങ്കിൽ അത്തരത്തിലുള്ള രോഗം, ത്വക്ക് രോഗങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ഫലപ്രദമാണ് ഈ തഴുതാമ. അതുപോലെ തന്നെ വായിൽ പുണ്ണ് ഏറ്റവും നല്ലതാണ്. അതുപോലെ നമുക്ക് ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഈ കൺകുരുവുണ്ട്, കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുഴ പോലെ ഉണ്ടാകുന്ന വേദനയൊക്കെ ഉണ്ട്. കൺകുരു വരാതിരിക്കാനും തഴുതാമ നല്ലതാണ്. പിന്നെ പേപ്പട്ടി വിഷത്തിന് വരെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുന്ന ഒരു പച്ചമരുന്നാണ് തഴുതാമ എന്നാണ് വിശ്വാസയോഗ്യമായ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ തഴുതാമ നമ്മൾ ഉപയോഗിക്കാൻ മറക്കരുത്. ഇത് ഇപ്പോൾ മഴക്കാലമാണ്, ധാരാളമായ ഇലകൾ പല തഴുതാമയുടെ കാട് പിടിച്ച് കിടപ്പുണ്ട്. നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നല്ല വൃത്തിയും ശുചിത്വമുള്ള സ്ഥലത്തു നിന്ന് മാത്രമേ തഴുതാമ പറിച്ചെടുത്ത് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി വേണം ഇതെടുക്കാൻ. ഇതിൻ്റെ തണ്ടാണ് നമുക്ക് നടേണ്ടത്. തണ്ട് നട്ട് ഒരു 2 തണ്ട് അല്ലെങ്കിൽ 3 തണ്ട് പുരയിടത്തിൽ എവിടെയെങ്കിലും കൊണ്ട് നട്ടാൽ ധാരാളമായിട്ട് ഇതുണ്ടാവും. അപ്പം നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കൊരു തോരൻ വയ്ക്കുന്നതിനുള്ള ഇനം തഴുതാമയിൽ നിന്നും ലഭിക്കും. അതീവ സ്വാദിഷ്ടവും ഒപ്പം പോഷക സമ്പന്നവുമായ ഈ തഴുതാമ ചിലവില്ലാതെ നമുക്ക് വളർത്തി ആദായം എടുക്കാൻ പറ്റുന്ന ഒരു ഇല കൂടിയാണ്. അപ്പോൾ ഈ തഴുതാമയെ നമ്മൾ അറിയാതെ പോകരുത്. തഴുതാമയെ നമ്മൾ നിസ്സാരക്കാരനാക്കരുത്. നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ഏത് ഭക്ഷണത്തെക്കാളും കലോറിയും ഒപ്പം രോഗപ്രതിരോധ ശേഷിയും ഒപ്പം നമ്മുടെ ആരോഗ്യ സംരക്ഷണവും നടത്താൻ കഴിയുന്ന ഭൂമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് തഴുതാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് മുഖബലിക്കെടുത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 2 തണ്ട് എവിടെ നിന്നെങ്കിലും കൊണ്ട് നമ്മുടെ പുരയിടത്തിൽ നടാം. അതല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നമുക്ക് നട്ടിട്ട് അത് വളരാൻ അല്പം ഇടം കൊടുത്താൽ മതി. അല്പം വളം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ സ്ഥലമുള്ളവർ ഇത് 2 3 തണ്ട് കൊണ്ട് നട്ടാൽ ഇഷ്ടം പോലെ അങ്ങാവും. പിന്നെ മറ്റൊന്ന്, നമ്മൾ പാല് കിട്ടുന്ന മൃഗങ്ങളായ പശു, ആട് ഇതൊക്കെ ഈ തഴുതാമ കൊടുക്കാമെങ്കിൽ അവയിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാലിന് ഈ ഔഷധ ഗുണം ഉണ്ടായിരിക്കും. പഴയ കാലങ്ങളിലൊക്കെ അങ്ങനായിരുന്നു. നമ്മുടെ നാടൻ പശുവിൻ പാലും ആട്ടിൻ പാലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവയൊന്നും നേരിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പോലെയും ഉപയോഗിക്കുന്നില്ല എങ്കിലും ആ പാലിലൂടെ ഇതിൻ്റെ ഒക്കെ ആ മരുന്ന്, ആ ഔഷധ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലെത്തുകയും നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും രോഗങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാവാതിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്ന് ആടിനെയും പശുവിനെയും ഒന്നും തുറന്നു വിട്ട് വളർത്തുന്ന രീതിയല്ല. എല്ലാം ഷെഡിൽ മാത്രം ഇട്ട് വളർത്തുന്ന രീതിയായതോടെ ഒരു നിശ്ചിത രീതിയിൽ ഉള്ള ആഹാരങ്ങളാണ്, അല്ല ഭക്ഷണമാണ്, തീറ്റയാണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പച്ചമരുന്നുകളൊന്നും തന്നെ അതിന് തീറ്റയായി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാലിൽ ഇത്തരത്തിലുള്ള ഔഷധങ്ങളുടെ വീര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല.
പിന്നെ നമ്മൾ പാലും ഒക്കെ കുടിക്കുന്നു. അതുപോലെ തന്നെ അത്യുൽപാദനം കൂടിയ ഈ ജന്തുക്കളെയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ഈ തീറ്റപ്പുല്ലിനോടൊപ്പം നമ്മുടെ വയലേലകളിലും തരിശായ പുരയിടങ്ങളിലും അതുപോലെ തന്നെ റോഡ് സൈഡിലുമൊക്കെ ഈ തഴുതാമ നട്ടുപിടിപ്പിച്ച് ഒരു 4 മൂട് 5 മൂട് തഴുതാമയുണ്ടെങ്കിൽ ഒരു ആടിനുള്ള തീറ്റയോ അത്രയ്ക്ക് വിശാലമായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ തഴുതാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, ഇപ്പോഴേ മുട്ടക്കോഴി വളർത്തൽ ഒരു തൊഴിലായിട്ട് തന്നെ പലരും സ്വീകരിച്ചിട്ടുണ്ട്. ഈ മുട്ടക്കോഴിക്ക് ഈ തഴുതാമയുടെ ഇല അരിഞ്ഞ് കൊടുത്ത് ശീലിക്കാം. ആദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അരിഞ്ഞ് നമുക്ക് കൊടുക്കാം, അരിഞ്ഞ് തീറ്റയിൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് അരിയാതെ തന്നെ ഇത് കെട്ടി എവിടെയെങ്കിലും ചെറുതായിട്ട് കെട്ടിയിട്ടിരുന്നാൽ കോഴി വന്ന് അതങ്ങ് കുത്തി തിന്നും. അപ്പോൾ അതിൻ്റെ ഗുണം രണ്ടാണ്. ഒന്ന്, കോഴിത്തീറ്റയുടെ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഈ ഇലകളൊക്കെ തിന്ന് ഈ ഔഷധമൂല്യമുള്ള ഇലകളൊക്കെ തിന്നുന്ന കോഴികളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന മുട്ടകൾക്കും ഔഷധത്തിൻ്റെ ഒരു ചെറിയ അംശം അത് കഴിക്കുന്നവരിൽ പ്രദാനം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിനി ഇപ്പോൾ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ ചെറുക്കാനും ആശുപത്രി ചിലവുകൾ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ രോഗങ്ങൾ കൂടിക്കൂടി വരും. കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ പ്രകൃതിയുടെ നിന്ദയാണ്. പ്രകൃതി ഇത്തരത്തിലുള്ള ശരീര സംരക്ഷണത്തിന് ആവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നിട്ടുണ്ടെങ്കിലും ആ പ്രകൃതിയെ നമ്മൾ വണങ്ങാതെ, ആ പ്രകൃതി തന്നിരിക്കുന്ന ആ കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാതെ നമ്മൾ എന്തൊക്കെയോ തേടിപ്പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്കുണ്ടാകുന്ന എല്ലാവിധ രോഗവ്യാധികളും സൂക്കേടുകളും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരത്തിലുള്ള ഈ സസ്യങ്ങൾ കണ്ടെത്താനും അവ വിധിപ്രകാരം ഉപയോഗിച്ച് ശീലിക്കാനും ഒക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യുന്ന പക്ഷം രോഗങ്ങളില്ലാതെ അരോഗദൃഢഗാത്രന്മാരായി നമുക്ക് ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.